എയർക്രാഫ്റ്റ് ചട്ടം എന്നാൽ വിമാനങ്ങളുടെ സുരക്ഷ, എയർലൈനുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ്. വിമാനത്താവളങ്ങൾക്കടുത്തുള്ള വീടുകൾക്കുൾപ്പെടെ ഇത് ബാധകമാണ്. കൂടാതെ വിമാനാപകടങ്ങൾ അന്വേഷിക്കുന്നതിലെ നിയമങ്ങളും ഈ ചട്ടങ്ങളുടെ ഭാഗമാണ്. എയർക്രാഫ്റ്റ് ചട്ടം എന്നത് വ്യോമയാന മേഖലയിലെ സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കുന്ന സമഗ്രമായ നിയമങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇതിലാണ് ലേസർ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നവും ഉൾപ്പെടുന്നത്. വിമാനത്തിന് നേർക്ക് ലേസർ അടിക്കുന്നത് ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണ്. ഇത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയുമാണ്. DJ പാർട്ടികൾ, കാർണിവലുകൾ തുടങ്ങിയവർക്ക് ലേസർ ലൈറ്റുകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇവ കൂടാതെ ഹൈഡ്രജൻ ബലൂണുകൾ, ദീപാലങ്കൃത പട്ടങ്ങൾ എന്നിവയും വിമാനങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സിവിൽ വ്യോമയാന മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ച കണക്ക് പ്രകാരം രാജ്യത്ത് 2024 ലേസർ രശ്മികൾ ഉപയോഗിച്ചത് മൂലം വിമാനങ്ങൾക്ക് തടസ്സമുണ്ടായ 548 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2025 534 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലാണ് ഏറ്റവും അധികം. കേരളത്തിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിലും നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൈലറ്റുമാർ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പോലീസിനെ അറിയിക്കണം എന്നതാണ് നിയമം. ലേസർ ലൈറ്റുകൾ വിമാനത്താവളത്തിലേക്ക് ഉന്നം വെച്ചാൽ റൺവേ സിഗ്നലുകൾ രശ്മികളെ ബാധിക്കും. അതിനാൽ ലേസർ പ്രയോഗത്തിനെതിരെ ജാഗ്രതയില്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ 2024 4 കേസും 2025 7 സംഭവങ്ങളുമാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് 24 15ഉം 25 7 കേസുകളുമുണ്ട്. കോഴിക്കോട് 14ഉം 8ഉമാണ്. കണ്ണൂരിൽ 2025 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനത്താവളങ്ങളുടെ 10 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ ലേസർ രശ്മികളുടെ തീവ്രത നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിയമം 1937 റൂൾ 65-66, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ ഇതിന് ബാധകമാണ്. നിയമം ലംഘിക്കുന്നത് 1 കോടി രൂപ വരെ പിഴയും തടവും കിട്ടാവുന്ന കുറ്റമാണ്. 3,85,000 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന ലേസർ രശ്മികൾ നാസ പരീക്ഷിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഫൈറ്റർ വിമാനങ്ങളെ അട്ടിമറിക്കാൻ പോലും പ്രയോഗിക്കുന്നതാണ് ലേസർ. ഇത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ലേസർ രശ്മിക്കെതിരെ കർശന നിയമങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്നത് സംശയമാണ്.